ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ധന്യ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഉള്ളിവട ഉണ്ടാക്കിയാലോ. ഇത് കടലപ്പൊടിയും മൈദാപ്പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഉള്ളിവടനേക്കാളും എനിക്കിഷ്ടം നമ്മുടെ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ഉള്ളി തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം ഉപ്പിട്ടിട്ട് നല്ലപോലെ നമ്മുടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഈ ഉപ്പിൽ കിടന്ന് ഈ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് ലേശം ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമുള്ളത്ര പച്ചമുളക്, ഇവിടെ ഞാനൊരു 2-3 പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലേശം കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് പെരിഞ്ജീരകം കൂടെ ചതച്ചത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ടൈമിൽ ലേശം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവൊന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളൊരു ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി ചൂടായ ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുന്ന സമയത്ത് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വേണം ഗ്യാസ് വെക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. നമ്മുടെ ഉള്ളിവട റെഡി ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.